ബാച്ചിലർ സ്പെഷ്യൽ ഒരു ബ്രെഡ് ഓംലെറ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബാച്ചിലേഴ്സിന് സ്പെഷ്യലായിട്ടുള്ളൊരു അടിപൊളി ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റാണ് ഇന്നത്തെ റെസിപ്പി. അതിലേക്ക് ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടാം. ബട്ടർ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സൈഡ് മാത്രം നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്താൽ മതി. അതിനുശേഷം 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാനതിൽ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർക്കാം. ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർക്കരുത്, കുറച്ച് തരിയോട് കിട്ടുക കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലിന് പകരം വെള്ളം വേണമെങ്കിലും ചേർക്കാം. മുട്ടയൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ പാല് ചേർക്കുന്നത്. കൂടാതെ ഒരു ചെറിയ കപ്പിൽ, അതായത് ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം. അത് ബ്രെഡ് കഴിക്കുമ്പോൾ അതിൽ അധികം എരിവ് നമ്മൾ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തിന്നായി കട്ട് ചെയ്യണമെന്നാണ്. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയിലേക്ക് വരെ നിങ്ങൾക്ക് കരിവേപ്പില വേണമെങ്കിലും ചേർക്കാം. കൂടാതെ കുറച്ച് ഒരു 1/4 കപ്പിനടുത്ത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സബോള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ബാച്ചിലേഴ്സിനൊക്കെ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ്. ഇത് നന്നായിട്ടൊരു 1/2 മിനിറ്റ് തൊട്ട് 3/4 മിനിറ്റ് വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി. നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. എന്നതിന് ശേഷം നേരത്തെ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ബട്ടർ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് മറച്ചിട്ടതിന് ശേഷം നമുക്കിതിനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കുക. ബാച്ചലേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓംലെറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക.